വയനാട്ടിലെ വെടിവെച്ചവരെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മയിൽ വരുന്ന അത് കടുവയല്ല, സിംഹമാണ്. കേരള സിംഹം എന്നായിരുന്നു പഴശ്ശിരാജയ്ക്ക് തട്ടിയത്. കേരള സിംഹം എന്നാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാര് പഴശ്ശി പടക്കെതിരെ വെടിവെക്കുന്ന സമയത്ത് ഒരു വശത്ത് തോക്കും, മറ്റു വശത്ത് അമ്പുബില്ലുമായിട്ടുണ്ടായിരുന്ന വയനാടൻ കാലത്ത് നടന്ന യുദ്ധത്തിന്റെ കാലത്ത് ഈ വെടി ഉതിർക്കപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ് വെടിവെക്കുന്നത്, വെടി കൊള്ളുന്നത് പഴശ്ശിയുടെ സൈന്യമാണ്. എന്തിനാണ് ആ വെടിവെച്ചത്? വളരെ ലളിതമാണ് കാരണം. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യത്തിന്റെ മുന്നോട്ടേക്കുള്ള പോക്കിന് ആവശ്യമായ വിഭവങ്ങൾ ഇവിടുത്തെ ശേഖരിക്കാനാണ് പഴശ്ശി ബുദ്ധിമുട്ടായി മാറുന്നത്. ആ വിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നതിനകത്ത് പഴശ്ശി ബുദ്ധിമുട്ടാവുന്നതാണ് പഴശ്ശിയുടെ ഒപ്പമുള്ളവരും പഴശ്ശിയും വെടിവെക്കുന്നത്. അതിനുശേഷവും വയനാട്ടിലെ പല വെടിവെച്ചുകളും നമ്മൾ മറക്കാൻ പാടില്ലാത്ത വെടിവെച്ചുകളുണ്ട്. അതൊന്ന് വർഗീസ് വെച്ച വെടിയാണ്. വർഗീസ് ചെയ്തത് വേറൊന്നുമല്ല, ആദിവാസികളൊപ്പം പോയിട്ട് അവരെ സംഘടിപ്പിക്കുകയും അവരെ കൂലി കൂടുതൽ ചോദിക്കുകയും അവർ സംഘടിപ്പിക്കുകയും ചെയ്യുക ചെയ്യും. വെടിവെച്ച് കൊണ്ടാണ്. മൂന്നാമത്തെ വെടിവെച്ച് നമ്മൾ കേൾക്കുന്നത് മുത്തങ്ങയിലെ വെടിവെച്ചാണ്. മുത്തങ്ങയിലും ആദിവാസികൾ ചോദിച്ചത്, നിങ്ങൾക്കൊക്കെ ജീവിക്കാനായിട്ട് ഭൂമി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് ഭൂമി വേണം, ഞങ്ങൾക്ക് ഭൂമി വേണമെന്ന് പറഞ്ഞാൽ അവർ കയറി താമസം കാട്ടിലല്ല, യുക്കാലി തോട്ടത്തിലാണ്. ആ യുക്കാലി തോട്ടത്തിൽ കയറി താമസിച്ച ആദിവാസികളോട് കേരള പരിസ്ഥിതി വാദികൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ കാട്ടിൽ ഇറങ്ങണം എന്ന് ആദിവാസികളോട് പറഞ്ഞു. നമ്മുടെ ആ പരിസ്ഥിതി വാദികൾക്ക് അതിനുശേഷം ഇറങ്ങാതായപ്പോൾ വീണ്ടും അവിടെയും വെടിവെക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ വെടിയാണ് ഈ കടുവ ഏറ്റത്. ഈ വെടിവെച്ചുകൾക്കെല്ലാം തമ്മിൽ വലിയ തോതിലൊരു സാമ്യമുണ്ട്. ആ സാമ്യം എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അളക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു വഴി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഈ ഭൂമിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക എന്നുള്ളത് ആലോചിക്കലാണ്. സജീവൻ പേരുള്ള ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച് മരിക്കുന്നതിനിടയ്ക്ക് ഈ ഭൂമിയെ എത്ര നോവിച്ചു, എത്ര ബുദ്ധിമുട്ടിച്ചു, എത്ര പരിക്കേൽപ്പിച്ചു എന്ന് അളക്കാനായിട്ട് നമുക്കൊരു എളുപ്പ വഴിയില്ല. ആ എളുപ്പ വഴി ഞാൻ ജീവിക്കാനായിട്ട് എത്ര കാർബൺ ഞാൻ കത്തിച്ചു എന്ന് നോക്കലാണ്. അതിനെന്നെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയും, എൻ്റെ കാർബൺ പാദമുദ്ര എന്ന് പറയും. എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കാർബൺ പാദമുദ്ര എനിക്കുണ്ടാവും. ഒരു ദിവസം ഞാൻ എത്ര കാർബൺ കത്തിക്കുന്നു അതല്ല അളവുള്ളത്. ഞാൻ ദിവസവും രാവിലെ എൻ്റെ ഓഫീസിലേക്ക് നടന്നു പോവുകയാണെങ്കിൽ എൻ്റെ കാർബൺ പാദമുദ്ര വളരെ കുറവായിരിക്കും. ഞാൻ സൈക്കിളിൽ പോകണമെങ്കിൽ അത് കുറവായിരിക്കും. അതിന് പറഞ്ഞ മോട്ടോർ സൈക്കിളിലാണ് പോകുന്നുണ്ടെങ്കിൽ ആ കത്തിക്കുന്ന പെട്രോൾ എൻ്റെ അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തപ്പെടുക. പിന്നെ അതിന് പോലെ ഞാൻ കാറിലാണ് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കാർബൺ ഫുട് പ്രിന്റ് കുറച്ചും കൂടി കൂടുതലാവും. ഞാൻ ചെറിയ കാറല്ല വലിയ കാറിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കാർബൺ പാദമുദ്ര പിന്നെയും ഉയരും. അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ സ്വന്തമായ ഒരു കാർബൺ പാദമുദ്രയുണ്ട്, ഒരു കാർബൺ ഫുട് പ്രിന്റ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഈ ഏകത ഉപയോഗിച്ചാൽ അത് പറയാൻ കാരണം നമ്മൾ മാത്രമാണ്, മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമിയിലുള്ള മറ്റെല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തമായി ഭൂമി കുഴിക്കുകയും ധാരാളം താഴേക്ക് പോവുകയും അവിടെ എല്ലാ കാർബൺ റിസർവുകൾ പുറത്തെടുത്ത് കത്തിക്കാൻ തുടങ്ങിയ ആദ്യത്തെ സ്പീഷീസ് നമ്മളാണ്. ഈ ഭൂമിയിൽ വേറൊരു ജീവികൾ ചെയ്തില്ല. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കത്തിച്ചത് മാത്രമല്ല, ഇത് കത്തിക്കാതെ നമുക്കൊരു ദിവസം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സ്പീഷീസായി നമ്മൾ മാറിയതുള്ളതാണ്. നമുക്ക് ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ, നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ ഫോസിൽ ഇന്ധനമില്ലാതെ പറ്റില്ല എന്നൊക്കെ അവസ്ഥയിലേക്ക് മാറി തീർന്ന ഒരു സംസ്കൃതിയായിരുന്നു നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമി എത്ര നോക്കിക്കുന്നു എന്നുള്ളതിന്റെ അളവായിട്ട് കാർബൺ പാദമുദ്ര മാറുന്നത്. ഇനി അങ്ങനെ നടന്നു നോക്കുമ്പോൾ ആരാണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന ഫുട് പ്രിന്റ് ഉള്ളത്? ആരാണ്? വേറെ ഇത് പറഞ്ഞാൽ ആര് ജീവിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമി ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽക്കുന്നത്? ആ അളവിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് വൈറ്റ് അമേരിക്കൻ മെയിൽ ആണ്. വെള്ള അമേരിക്കൻ പുരുഷനാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉപയോഗിക്കുന്നത് അവനാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ജനവിഭാഗം വെച്ച് നോക്കുമ്പോൾ. ഇനി ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന ആരാണ്? ഏറ്റവും ചെറിയ കാർബൺ ഫുട് പ്രിന്റ് ആരുടെയാണ്? വേറെ രീതിയിൽ പറഞ്ഞാൽ അവർ ജീവിക്കുന്ന സമയത്ത് ഭൂമി അതേപോലെ ചെയ്യാത്ത രീതിയിൽ ഒത്തിരി പോലും നോക്കാതെ ജീവിക്കുന്നവർ ആരാണ്? അത് ഇന്നും നമ്മുടെ കാടുകളിൽ ജീവിക്കുന്ന ആദിമ നിവാസികളാണ്. ഏറ്റവും ചെറിയ കാർബൺ ഫുട് പ്രിന്റ് ഉപയോഗിച്ച് ജീവിക്കുന്നവരാണ്. ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടന്നത്. ഒരു ഏഴ് സങ്കല്പിക്കാൻ ഏറ്റവും കുറച്ച് കാർബൺ ഉപയോഗിക്കുന്നതിന് താഴെയും ഏറ്റവും കൂടുതൽ കാർബൺ ഉപയോഗിക്കുന്നതിന് ഏറ്റവും മുകളിലുമായിട്ടുള്ള ഒരു ശ്രേണി സങ്കല്പിക്കുക. ഈ ശ്രേണിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ മുകളിലോ താഴെയോ എവിടെയൊക്കെ ആയിട്ട് നമ്മളുണ്ടാകും. ഇങ്ങനെയാണ് ലോകത്തെ ജനത അടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സമൂഹത്തിനകത്ത് പോലും
ഈ ഒരു ശ്രേണി വ്യത്യാസം അറിയപ്പെടും. നമ്മുടെ ഒരു ധാരണ, നമ്മൾ നിൽക്കുന്ന ഏണിയുടെ പടവിൽ നിന്ന് തൊട്ടടുത്ത മുകളിലേക്ക് കയറുന്നതിനാണ് നമ്മൾ പലപ്പോഴും വികസനം എന്നോ വിജയം എന്നൊക്കെ നിരൂപിക്കുന്നു. മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ വീട് വളരെ കുറച്ച് കാലം മാത്രം ചിലവാക്കിയിട്ട് ഒരു ചെറിയ വീടാണെങ്കിലും എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി പോലും ചെയ്യുന്നില്ല. അതേസമയം ധാരാളം കാലം ചിലവഴിച്ച് വലിയൊരു മാളികയാണ് ഉണ്ടാക്കിയ വീട് എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുകയും ഇത് ഒരു വിജയിച്ച മനുഷ്യൻ്റെ വീടായിട്ട് നിങ്ങൾ തിരിച്ചറിയുകയും ചെയ്യും. ഞാൻ നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ശ്രദ്ധ ഞാനൊരു ബൈക്ക് ഓടിച്ച് പോകുമ്പോഴോ ഒരു കാർ ഓടിച്ച് പോകുമ്പോഴോ ഞാൻ ജയിച്ചതായിട്ട് ഞാൻ സ്വയം തിരിച്ചറിയുകയും നിങ്ങളത് അത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യും. ഇങ്ങനെ വികസനം എന്നുള്ളത്, വിജയം എന്നുള്ളത്, ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത് കാർബൺ ശ്രേണിയിൽ ഏഴിയിൽ മുന്നോട്ടേക്കുള്ള കയറ്റമായിട്ട് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സമൂഹമാണ് പറയുന്നത്. പക്ഷെ ഇങ്ങനെ കയറുമ്പോൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ മുകളിലുള്ളവര് നമ്മളെ കൈപിടിച്ച് മുകളിലേക്ക് കയറ്റി വിടുകയല്ല ചെയ്യാം. അവർ നമ്മളെ തടയും, ഇങ്ങോട്ടേ വരണ്ടാന്ന് പറയും. അതിന് കാരണമാണ് ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ഇത് ഏറ്റവും മുകളിൽ നിൽക്കാൻ മാത്രമുള്ള വിഭവങ്ങളിൽ ഭൂമിയിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു അമേരിക്കക്കാരൻ ജീവിക്കുന്ന പോലെ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവിക്കാൻ വിഭവങ്ങൾ ഭൂമിയിൽ ഇല്ല. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് ആരെങ്കിലും കയറാൻ ശ്രമിക്കുമ്പോൾ മുകളിൽ നിൽക്കുന്നവർ നമ്മൾ തടയും. ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഇന്ത്യക്കാരെ കുറിച്ച് പറഞ്ഞത്, ഇന്ത്യക്കാരുടെ ഭക്ഷണശീലം മാറുന്നത് ലോകത്തിന് മൊത്തം ഭീഷണിയായി മാറിയിരുന്നു. ഇത് പറഞ്ഞ ബുഷാണ്. എന്തിനാണ് പാവപ്പെട്ട ഇന്ത്യക്കാരുടെ ഭക്ഷണത്തെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബേജാറാവുന്നതിന് കാരണം അത്രമാത്രം ജനസംഖ്യയുടെ സസ്യാഹാരത്തിൽ നിന്ന് മാംസാഹാരത്തിലേക്ക് ഇന്ത്യൻ ജനത മാറിക്കഴിഞ്ഞാൽ അത് ലോകത്തുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് വലുതാണ്. അത് ബുഷിനറിയാം. വേറെ തന്നെ അമേരിക്കക്കാരെ പോലെ ജീവിക്കാനായിട്ട് ഇന്ത്യക്കാരെ ശ്രമിക്കാൻ തുടങ്ങിയാൽ ഇന്നിപ്പോൾ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, ബ്രസീൽ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, കൊറിയ, ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം വേറെ തരത്തിലുള്ള എക്കണോമിക് സൂപ്പർ പവറിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ഭീഷണിയോടുകൂടി കാണുന്നതിന് കാരണമാണ്. കാരണം അത്രമാത്രം ജനസംഖ്യയുള്ള പ്രദേശമാണ്. ഇവിടെയുള്ള ജനങ്ങൾ എത്രയും പുതിയ ഒരു ജീവിത നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിൽ ഉണ്ടാക്കാൻ പോകുന്ന സംഘർഷങ്ങൾ വലിയ തോതിലുള്ള സംഘർഷങ്ങളാണ് ഉണ്ടാകുന്നത്. ആ പേടിയാണ് അവർക്ക് ബുഷ് പറഞ്ഞത്. ബുഷിന്റെ പേടി അതാണ്, അങ്ങോട്ടേക്ക് നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക. ഇത് ബുഷിന്റെ മാത്രം പേടിയല്ല, ഇത് നമ്മുടെയും പേടിയാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെയുള്ള ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരാനായിട്ട് പടി കയറാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും അവരെ തടയും, കൊണ്ട് വരണ്ടെന്ന് പറയും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ മുത്തങ്ങയിലെ ആദിമ നിവാസികൾ നമ്മൾ ചോദിച്ച പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്കുള്ളതുപോലെ സ്ഥലം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ വെടിവെച്ചിട്ട് പോയി. ഇതിനാണ് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. പരിസ്ഥിതിയുടെ രാഷ്ട്രീയം ഇതാണ്. ഭൂമിയിലുള്ള വിഭവങ്ങൾ എല്ലാവരും ഒരേപോലെ അല്ല ഉപയോഗിക്കുന്നത്. അത് ഭയങ്കരമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അത് വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർ തമ്മിലുള്ള ബലതത്വത്തിനാണ് പരിസ്ഥിതിയുടെ രാഷ്ട്രീയം നമ്മൾ പറയുന്നത്. പിന്നെ എന്താണ് പരിസ്ഥിതി ശാസ്ത്രം? പരിസ്ഥിതി ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ നിലനിൽക്കണമെങ്കിൽ വളരെ നിശ്ചയമായ ഒരു സ്പെസിഫിക് സെറ്റ് ഓഫ് ഇക്കോളജിക്കൽ സർവീസസ് ആവശ്യമുണ്ട്. അതിനാവശ്യമായ പാരിസ്ഥിതിക സംവിധാനങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ മാത്രമേ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ആ പരിസ്ഥിതിയുടെ ശാസ്ത്രം. ഈ തരത്തിലുള്ള പരിസ്ഥിതിയുടെ രാഷ്ട്രീയവും പരിസ്ഥിതി ശാസ്ത്രവും ഉൾച്ചേർന്നിട്ട് ഉള്ള ഒരു റിപ്പോർട്ടാണ് മാഫോ ഗാർഡി കമ്മിറ്റി റിപ്പോർട്ട്. അതിൻ്റെ ആത്മാംശം ഇതാണ്. ഇത് നിങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടു പോകുന്ന, ഇന്ന് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള വലിയ പ്രോജക്റ്റുകൾ നടക്കുക, വലിയ വികസനം നടക്കുക. വികസനം നടക്കുക ഈ തരത്തിലുള്ള കാഴ്ചപ്പാടിനെ മുൻനിർത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സമ്പത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലേ വരൾച്ച ഉണ്ടാവുന്നു. വരൾച്ച ഉണ്ടായി കഴിഞ്ഞാൽ വളരെ കരുതലുള്ള പൈസ ചോദിക്കാം. കരുതലുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ പോകുന്ന വഴികൾ നമ്മൾ അറിയില്ല. ഞാൻ ജോലി ചെയ്യുന്ന തൃശ്ശൂർ കഴിഞ്ഞ വർഷം ഏതോ പത്രക്കാര് വിവരാവകാശ നിയമം അനുസരിച്ച് കോർപ്പറേഷൻ എടുത്ത പ്രൊസീജിയറുകളുടെ കോപ്പി വാങ്ങിച്ചപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ കുടിവെള്ളം വിതരണം ചെയ്ത വണ്ടികളുടെ നമ്പറുകളുടെ ലിസ്റ്റിൽ 2 വീലർ വരെയുണ്ട്. കുടിവെള്ളം വിതരണം ചെയ്ത വണ്ടിയാണ്. അത്തരത്തിലുള്ള അഴിമതിയിലേക്ക് പോയി 1995 കോടി രൂപ കേന്ദ്രത്തിൽ കിട്ടിയാൽ അത് പോണ വഴി നമുക്ക് കാണില്ല. അത് ഒരു തരത്തിലും നാളെ വെള്ളം ഉണ്ടാകാനോ മറ്റന്നാൾ വെള്ളം ഉണ്ടാകാനോ ഇപ്പം തന്നെ വെള്ളം ഉണ്ടാകാനോ